ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇത് ഈ ആണ്ടിൻ്റെ 6-ാം മാസത്തിൻ്റെ 1-ാം തീയതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജൂൺ മാസം 1-ാം തീയതി. മഹാദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് കർത്തൃദിവസം കൂടി ആയിരിക്കയാൽ അനുഗ്രഹീതമായ ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമൊത്തേക്ക് നോക്കി തിരുവചനത്തിൽ ആഴമായി അന്വേഷിക്കുമ്പോൾ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന സുന്ദരമായ ചിന്തകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ മാസം ധന്യതയുടെ മാസമായിരിക്കട്ടെ. ഒരുപാട് നന്മകളാൽ ദൈവം അലങ്കരിക്കട്ടെ എന്നെല്ലാം ആശംസിച്ചും പ്രാർത്ഥിച്ചും ഓരോ ദിവസവും കാണുവാൻ നമുക്ക് ഭാഗ്യം തരുന്ന, എല്ലാ ദിവസവും നമ്മളെ ജയോത്സവത്തോടെ നടത്തുന്ന, ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നേരിടുമ്പോൾ കൂടെ ഇരുന്നും വചനം തന്നും ആശ്വസിപ്പിച്ചും കൈത്താങ്ങൾ തന്നും നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവാദി ദൈവത്തിന് 1000 സ്തോത്രവും നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഈ സുന്ദരമായ നല്ല ദിവസം നിങ്ങളോട് പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ലളിത സുന്ദരമായിരിക്കുന്ന ഒരു ആത്മീക ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ബൈബിളിലെ പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യം. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു. തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു. മന്നയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ഒരുപാട് ചിന്തകളും പ്രസംഗങ്ങളൊക്കെ വേദപുസ്തക പ്രഭാഷകർ നടത്തിയിട്ടുണ്ട്. ഞാനും മന്നയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ മന്നയെക്കുറിച്ച് തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരത്ഭുതമാണ് മന്ന എന്ന് വെച്ചാൽ, ഇസ്രായേൽ മക്കൾ 40 ആണ്ടോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നട്ടും നനച്ചും കൊയ്തും വിതച്ചും ഒന്നും തിന്നാൻ പറ്റാത്തതുകൊണ്ട്, ആഹാരം പാകം ചെയ്യാനോ കഴിക്കാനോ പറ്റാത്തതുകൊണ്ട് ആർദ്രതയുള്ള മഹാദൈവത്തിൻ്റെ മനസ്സലിവ് നിമിത്തം തൻ്റെ ജനത്തെ പോഷിപ്പിക്കാൻ ശക്തന്മാരുടെ ഭോജനം എന്നൊക്കെ അറിയപ്പെടുന്ന സ്വർഗീയ മന്ന കൊണ്ടവരെ പോഷിപ്പിച്ച ചരിത്രം മാനവചരിത്രത്തിൽ തന്നെ മറക്കാനാകാത്ത അത്ഭുതമാണ്. ഇത്ര കണ്ട് കാലങ്ങളോളം കരുതുന്ന, ഇത്രയും ആളുകളെ കരുതുന്ന, പെയ്താലും പെയ്താലും പെറുക്കിയാലും തീരാതെ വണ്ണം തൃപ്തി വരുത്തുന്ന, ഇത്ര കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ ഇതിനകത്തൊക്കെ കാണാൻ കഴിയുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മന്നയെക്കുറിച്ച് കൃത്യമായ വ്യവസ്ഥകൾ ഈ 16-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെ പറക്കണം, എന്നൊക്കെ പറക്കണം, എത്രത്തോളം പെറുക്കണം, എങ്ങനെ ഉപയോഗിക്കണം, അമിതമായിട്ട് ആരെങ്കിലും പെറുക്കിയാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കൃത്യനിഷ്ഠതയോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വായിക്കുമ്പോൾ ഒരു കാര്യം കൃത്യമായിട്ട് ഓർക്കുകയാണ്. ദൈവം എന്ത് തന്നാലും അതിനെല്ലാം കൃത്യമായ ഒരു നടപടിക്രമം കാണും. ആഹാരം വയറ്റിനകത്ത് ചെന്നിട്ട് ദഹിച്ചു പോകുന്ന ആഹാരത്തിന് ദൈവം ഇത്ര കൃത്യമായൊരു നിബന്ധന വെച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒക്കുന്നവനൊക്കെ വന്ന് 2 കൊട്ട വാരിക്കൊണ്ട് പോയിട്ട് ആവശ്യത്തിന് കഴിക്കുക, ബാക്കിയുള്ളത് ചാക്കി കെട്ടി വയ്ക്കുക നാളത്തേക്ക്. അങ്ങനെയൊന്നുമല്ലോ. നമ്മൾ പാടത്ത് കൊയ്തിട്ട് നെല്ല് ചാക്കി കെട്ടി വയ്ക്കുന്ന പോലെ, പത്താഴത്തിലിടുന്ന പോലെ, ഒത്താൽ ആവശ്യത്തിന് കുത്തി അരിയാക്കുന്നത് പോലെ അങ്ങനെയൊന്നും അല്ലല്ലോ ദൈവം. ദൈവം തന്നതിനെല്ലാം കൃത്യമായ ഒരു സിസ്റ്റം, ഒരു നിബന്ധന, ഒരു വ്യവസ്ഥ, അതെല്ലാത്തിനും കാണും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അന്നും എല്ലാവരും തിന്ന് തൃപ്തരായി. എന്നിട്ട് കൃത്യമായൊരു കണക്കാണ്. 12 കൊട്ട താഴെ കിടന്ന നുറുക്കുകൾ പോലും കർത്താവ് കൃത്യതയോടെ പെറുക്കിപ്പിച്ചു. കാരണം കർത്താവ് തരുന്നതൊന്നും പാഴാക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ ഈ അപ്പത്തെയും മന്നയെയും കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. വയറ്റിൽ പോയിട്ട്, കർത്താവിൻ്റെ ഭാഷ പറഞ്ഞാൽ ദഹിച്ച് മറപ്പുറയിൽ പോകുന്ന ഈ ആഹാരത്തിന് ദൈവം തമ്പുരാൻ ഇത്ര കൃത്യനിഷ്ഠ വെച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിന്, കുടുംബത്തിന്, നിത്യരാജ്യപ്രവേശനത്തിന്, ആരാധനയ്ക്ക്, ആത്മീകത്തിന് ഒരു നിബന്ധനയും, ഒരു കെട്ടും പൂട്ടും ബെല്ലും ബ്രേക്കും ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. എല്ലാറ്റിനും, ദൈവം തരുന്ന എല്ലാറ്റിനും കൃത്യമായ നിബന്ധനകളും
തത്വസംഹിതകളും എല്ലാം ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അവനവന് ബോധിച്ചതുപോലെ, മന്നയുടെ കാര്യത്തിൽ പോലും അവനവന് ബോധിച്ചതുപോലെ പെറുക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ലെങ്കിൽ, കൈ വലുതായിരിക്കാം ചെറുതായിരിക്കാം, എത്ര വലിയ കൈ കൊണ്ട് പെറുക്കിയാലും എത്ര വേഗത്തിൽ പെറുക്കിയാലും അളവ് ദൈവം വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പെറുക്കാൻ പറ്റില്ല. അതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് 1 മണിക്കൂർ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളുണ്ട്. അതൊന്നും പറയാനല്ല വാസ്തവത്തിൽ ഇന്നത്തെ ചിന്തയിൽ, ഈ നല്ല 1-ാം തീയതിത്തെ ചിന്തയിൽ പരിശുദ്ധാത്മാവെന്നെ പ്രേരിപ്പിച്ചത്. അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള മന്നയുടെ ചരിത്രം കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ച് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ആത്മീക ചിന്ത പങ്കുവെച്ച് ഞാൻ അതുതന്നെ ഈ മാസം സംഭവിക്കട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മന്ന നിലത്ത് വീണ് കിടക്കുക, അത് മഞ്ഞ് മൂടി കിടക്കുക. ആളുകൾ പറക്കാൻ ചെല്ലുമ്പോഴേക്കും സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞ് പതുക്കെ മാറിക്കൊടുക്കും. ആ സമയത്ത് മന്ന തെളിഞ്ഞു വരും. കൊത്തമ്പാലരി, മല്ലിയുടെ അരി എന്നതുപോലെ മല്ലി അതുപോലെ എന്ന് എഴുതിയിരിക്കുന്നത്, അതുപോലെ വീണ് കിടക്കുന്ന കൊച്ചു കൊച്ചു സാധനങ്ങൾ അത് കുത്തിയിരുന്ന് പെറുക്കിയെടുക്കുക, വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്യുക. വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങി മുറ്റത്ത് വീണ് കിടക്കുന്ന മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ മണ്ണ് പറ്റാതെ മഞ്ഞിൽ പൊതിഞ്ഞ് തമ്പുരാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ മന്ന ഓരോരുത്തരും ചെന്ന് പെറുക്കിയെടുക്കുക. അത് പെറുക്കിയെടുത്ത് വീടിനകത്ത് കൊണ്ടുവരും. വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ടത് പാകപ്പെടുത്തും. പാകപ്പെടുത്തിയിട്ട് അത് കഴിക്കുന്ന സമയത്ത് ഒരു വാചകം അവിടെ ചേർത്തിരിക്കുന്നു: തേൻ കൂട്ടിയ ദോശ പോലെ. തേൻ കൂട്ടിയ എന്നൊരു വാക്ക് കണ്ടോ? തേൻ കൂട്ടിയ. ഇത് പെറുക്കിയെടുത്ത് പെരക്കകത്ത് കൊണ്ടുവന്ന് പാകപ്പെടുത്തുമ്പോൾ ഇതിനകത്തേക്ക് തേൻ കൂട്ടുന്നു. ആര് കൂട്ടുന്നു? അതൊരു ആലങ്കാരിക ഭാഷ പോലെ നമുക്ക് തോന്നിയാലും ഇത് പാകപ്പെടുത്തിയെടുക്കുമ്പോൾ വായിന് മധുരിക്കുന്ന തേൻ അതിനകത്തേക്ക് കൂട്ടിയതുപോലെ. അതിന് മധുരം ഉണ്ടായിരുന്നു എന്ന് എഴുതിയാൽ പോരെ, പക്ഷെ എഴുതിയത് തേൻ കൂട്ടിയ ദോശ എന്നൊരു പ്രത്യേക പദമല്ല എഴുതിയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് മന്ന ഒരുപാട് കാര്യത്തിന് നിഴലാണ്. നാം ദൈവത്തിൻ്റെ വചനമാകട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തമാകട്ടെ, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത് പോലെ മെനക്കെട്ട് ദൈവം തന്നത് സുരക്ഷിതമായി പെറുക്കിയെടുക്കുമ്പോൾ അത് ഇച്ചിരിയേ കാണത്തുള്ളൂ, ചെറിയത്. അത് കൊണ്ടുവന്ന് പെരക്കകത്ത് കൊണ്ടുവന്ന് പാകപ്പെടുത്തുമ്പോൾ അത് മധുരിക്കുന്ന, അണ്ണാക്കിനും വായിക്കും മധുരിക്കുന്ന തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യമാകുമെന്ന് ഞാനതിനെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ, പ്രാർത്ഥനകളിൽ, ആത്മീക യോഗങ്ങളിൽ, എന്തിനേറെ പറയുന്നു, ഞാൻ ഈ അയക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളിൽ തന്നെ ചിലത് നിങ്ങൾക്ക് മന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പെറുക്കി വയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? അതേ ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുവിട്ടിട്ടേ ഉള്ളൂ. മന്ന പെറുക്കി വെച്ചതുപോലെ പെറുക്കിയ ചില സാധനങ്ങൾ അത് നിങ്ങളെ വല്ലാതെ മധുരിപ്പിക്കാൻ പോവാം. ഇത് പെറുക്കുമ്പോൾ ഇതെന്നാന്ന് നമുക്ക് തോന്നും, ഇതെന്തിനാന്ന് തോന്നും, ഇത് മെനക്കേടാന്ന് പിള്ളേർ പറയും, ഇതുകൊണ്ട് എന്താവാനാന്ന് പറയും. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ. മല്ലി കണ്ടിട്ടില്ലേ? മല്ലി, ആ മല്ലി കിടക്കും പോലെ കിടക്കുന്ന സാധനം പെറുക്കിയാൽ ഇത് എന്തോരം ഉണ്ട്, എന്തിനാന്ന് തോന്നും. പക്ഷേ പെറുക്കിയവരോട് പറയാം, ഇത് നിന്നെ മധുരിപ്പിക്കും. ഞാനതിനിങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പെറുക്കിയെടുത്ത കൊച്ചു കൊച്ചു വാഗ്ദത്തങ്ങളും വചനങ്ങളും ദൈവത്തിൻ്റെ ദൂതുകളും അതെല്ലാം ഈ ജൂൺ മാസത്തിൽ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ മധുരിപ്പിക്കും. ഈ ലോകത്തിൽ നിങ്ങളെ കയ്പിച്ച ഒരുപാട് വിഷയങ്ങൾ കാണും. ചിലരുടെ വാക്കുകൾ, ചിലരുടെ പ്രവൃത്തികൾ, ചിലർ വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോയത്, ചില ആത്മീകരായിരിക്കുന്ന ആളുകൾ തന്നെ പ്രവർത്തിച്ചത് ഒത്തിരി കയ്പിച്ച് കാണും. കയ്പേറിയ വിഷയങ്ങൾ, കയ്ച്ചുപോയ ബന്ധങ്ങൾ. പക്ഷെ എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾ പെറുക്കിയെടുത്ത ദൈവസന്നിധിയിലെ നന്മകൾ, ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ സ്വർഗീയമായിരിക്കുന്ന വാക്കുകൾ, കുറേ നാളുകളായി കാണത് കിട്ടിയിട്ട്, പക്ഷെ ജൂൺ മാസത്തിൽ ഈ ആരംഭ ദിവസം ഞാൻ പറയാം,
നിങ്ങളെ ഒത്തിരി മധുരിപ്പിക്കട്ടെ. കയ്യും കെട്ടിയിരിക്കുന്നവരല്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പെറുക്കിയെടുത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവസന്നിധിയിൽ നിന്ന് മുറുകെ പിടിച്ച കാര്യങ്ങൾ നിങ്ങളെ ജൂൺ മാസത്തിൽ ഒത്തിരി മധുരിപ്പിക്കട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ കയ്പുനീര് പോലല്ല, കാഞ്ഞരക്കുരു പോലല്ല, തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യമായ മാധുര്യം ദൈവം ചില വിഷയങ്ങളിൽ, കണ്ണുനീരോടെ പെറുക്കിയെടുത്ത വിഷയങ്ങളിൽ, ചേർത്ത് വെച്ച വിഷയങ്ങളിൽ, പ്രാർത്ഥിച്ച് കൈക്കകത്ത് ഒതുക്കിപ്പിടിച്ച വിഷയങ്ങളിൽ, നിങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ച് പെരയ്ക്കകത്ത് കൊണ്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഭയങ്കര മധുരം ദൈവം ചേർക്കട്ടെ. തേൻ കൂട്ടട്ടെ. ആ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റട്ടെ. ഈ ജൂൺ മാസം മന്നയുടെ കാര്യം പറഞ്ഞതുപോലെ തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യമായ മധുരം നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം ഏതൊക്കെ വിഷയത്തിലാണെന്ന് എനിക്കത് അറിയത്തില്ല. മക്കളുടെ വിഷയത്തിലോ, കുടുംബജീവിതത്തിലോ, നിങ്ങളുടെ റിസൾട്ട് വരാനിരിക്കുന്ന കാര്യങ്ങളിലോ, നിങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിൻ്റെ വിഷയത്തിലോ, ജോലി സംബന്ധമായോ എനിക്കറിയില്ല. ആ കാര്യങ്ങളൊന്നും നിങ്ങളെ കയ്പിക്കാതിരിക്കട്ടെ. ഈ മാസം ഒരു വിഷയവും, ഒരു വ്യക്തിയും, ഒരു സംഭവവും നിങ്ങൾക്ക് കയ്പ് സമ്മാനിക്കാതിരിക്കട്ടെ. പകരം മന്നയിൽ പകർന്ന തേൻ പോലെ നിങ്ങളെ ഒത്തിരി മധുരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മണ്ണിൽ വീണ് കിടന്ന് പെറുക്കിയെടുത്ത ഇസ്രായേൽ ദൈവമേ, ഉദരപൂരണത്തിന് വേണ്ടി പെറുക്കിയെടുത്ത മന്ന ഒരു പാകം ചെയ്ത് വായിൽ വെച്ചപ്പോൾ പെറുക്കിപ്പേക്കിയത് എന്തിനാന്ന് തോന്നി, പലരും കളിയാക്കി. പക്ഷേ ഇത് കൈവശം വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മധുരിപ്പിച്ചതുപോലെ ചില വ്യക്തികളെ ദൈവം മധുരിപ്പിക്കണം, വിഷയങ്ങളിൽ പ്രവർത്തിക്കണം. സ്വർഗം അത് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.